ജമ്മു കശ്മീരിലെ കത്വയിൽ സൈന്യവും ഭീകരരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 3 ഭീകരരെ വളഞ്ഞതായി സൈന്യം. ഭീകരരെ സഹായിച്ചെന്ന പേരിൽ ഒരു കുടുംബത്തിലെ 6 പേർ സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇവരിൽ 4 പേർ സ്ത്രീകളാണെന്നാണ് വിവരം. ഗൗതം ആമ്രകുഞ്ചമാണ് ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഗൗതം, എന്തൊക്കെയാണ് ഈ ഏറ്റുമുട്ടലിനെ കുറിച്ച് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? വെറുതെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ ഏറ്റുമുട്ടലിന്റെ വാർത്ത പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഒടുവിലെ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് സൈന്യം വളഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കത്വ മേഖലയിലാണ് വീണ്ടും ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 3 ദിവസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് ഇത് എന്നും വിവരമുണ്ട്. നേരത്തെ തന്നെ ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് സൈന്യം നടത്തിയിട്ടുള്ള വിശദീകരണത്തിൽ കഴിഞ്ഞ ഏറ്റുമുട്ടലിനിടെ രക്ഷപ്പെട്ട 3 പേർ ജുദാന മേഖലയിൽ ഒളിച്ചിരിക്കുന്നതായ സുരക്ഷാ സേനയ്ക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകളും ശക്തമായിരുന്നു. നിയന്ത്രണ രേഖ കടന്ന് നുഴഞ്ഞു കയറിയ ജെയ്ഷെ ഭീകരരാണ് ഇവരെന്നാണ് സൈന്യം നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ദിവസം ജുദാന മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇവർക്കായുള്ള സംയുക്ത സൈനിക തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഇന്നിപ്പോൾ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. അതോടെ വലിയ ഒരു ഓപ്പറേഷനിലേക്ക് കടക്കാനാണ് സൈന്യം തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു കുടുംബത്തിലെ 6 പേർ ഈ ഭീകരരെ സംരക്ഷിക്കുന്നതിനായി അവർക്ക് സഹായം നൽകുന്നതിനായുള്ള വിവരം സൈന്യത്തിന് ലഭിച്ചത്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത് ഉറപ്പുവരുത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കസ്റ്റഡിയിലുള്ള 6 പേരിൽ 4 പേർ സ്ത്രീകളാണ് എന്നതാണ്. ഒപ്പം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോൺ പരിശോധനയും സ്നിഫർ ഡോഗുകളെ ഉപയോഗിച്ചുള്ള പരിശോധനയുമാണ് നടത്തി വരുന്നത്. ഈ 3 പേരെയും പിടികൂടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സൈനിക നീക്കം ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3 പേരെയാണ് വളഞ്ഞിരിക്കുന്നത്. ഇവർ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘത്തിൽപ്പെട്ട ആളുകളാണെന്നാണ് സൈന്യം നൽകുന്ന വിശദീകരണം. ഇപ്പോൾ ഈ ഓപ്പറേഷൻ പുരോഗമിക്കുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ട്. വരദ. ശരി, ജമ്മു കശ്മീരിലെ കത്വയിൽ സൈന്യവും ഭീകരരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം ആമ്രകുഞ്ചം.